ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷിങ്ങും അങ്ങനെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വരിക. അപ്പോൾ ഇന്നലെ വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് അവിടെ കിടന്നുറങ്ങിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നേരം വൈകി എണീക്കുകയും ചെയ്തു, പ്ലാനിങ് ഇല്ലാണ്ട് കിടക്കുകയും ചെയ്തു, എന്താ പറയുക, നേരം വൈകി എഴുന്നേൽക്കുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട, എന്തായാലും നേരം വൈകില്ല. ഏകദേശം 6 മണിയൊക്കെ ആയി കേട്ടോ. അടുക്കളയിലേക്ക് ഞങ്ങളുടെ എത്തിപ്പിക്കും 5:45 കണ്ണു തുറന്നപ്പോൾ. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിപ്പിക്കും 6 മണിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെച്ച് ചോറും കറിയും മാത്രം ആക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ മുരിങ്ങയില വീട്ടിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം തന്നെ എടുത്തൊന്ന് കഴുകി കേട്ടോ. എന്തായാലും പൊടി മണ്ണൊക്കെ ഉണ്ടാവും, നമ്മൾ വിഷടിച്ചതല്ലെങ്കിലും പൊടി മണ്ണൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാണ്ട് പറ്റില്ല. അപ്പം ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൈപ്പ് തുറന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അതിലത്തെ പൊടിയൊക്കെ പോവാം. പിന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളം വാലാനായിട്ട് അരിപ്പ പാത്രത്തിലൊന്ന് വെച്ച് കേട്ടോ. പിന്നെ ഞാനിത് ഇടയ്ക്ക് അരിഞ്ഞിട്ടൊക്കെ വെക്കാറുണ്ട്. ഇന്ന് അരിയാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വേഗം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്കുള്ള വറ്റൽമുളക് ചതയ്ക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരുമിച്ച് ചതച്ച് വെക്കില്ല, ഇങ്ങനെ എടുത്ത് അപ്പോൾ ചതയ്ക്കാറ പതിവ്. അപ്പോൾ അതാ കുറച്ചെടുത്ത് ഞെട്ട് കളഞ്ഞ് നമ്മുടെ മിക്സി ജാറിൽ, ചെറിയ ജാറിലൊക്കെ ഇടുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ ചെറിയ ജാറിൽ എനിക്ക് അങ്ങോട്ട് പൊടിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. ഭയങ്കര പാടാണ് പൊടിക്കുക. ഇത് ഇങ്ങനെ ചതഞ്ഞിരിക്കുള്ളൂ, പൊടിയാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ വേഗം ചായ അതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ടോട്ടോ എന്ന് പറയുന്നത് കമൻറ്റിൽ അങ്ങോട്ട് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, നമ്മുടെ ഭാഷയല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അതാ ചായയൊക്കെ പകർത്തി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളിയൊക്കെ ഒരുവിധം മൂക്കാറായി. അപ്പം ഞാൻ വേഗം വന്നിങ്ങാട്ട് ഈ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഉള്ളി നന്നായിട്ട് മൂത്തു. അതിലേക്ക് വേഗം മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇടാൻ നിന്നില്ല, ഇനിയിപ്പോൾ മുരിങ്ങയിലല്ലേ, അതിൻ്റെ ഇടയിൽ ഈ കറിവേപ്പില കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചു കേട്ടോ. ഇതിൽ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലാവും, പിന്നെ നമ്മൾ ഇപ്പോൾ കഴുകിയല്ലോ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം അങ്ങനെ തുറന്ന് വെച്ചു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ വെള്ളം വറ്റി കിട്ടുമല്ലോ, പിന്നെ വേണം വെളിച്ചെണ്ണയിൽ കിടന്ന് വഴണ്ട് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ചായ വേഗം പകർത്തിങ്ങാണ്ട് ചേട്ടൻ തീ കത്തിക്കാനായിട്ട് ഇടയ്ക്ക് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വാതിൽ തുറന്നിട്ടിട്ട് എനിക്ക് തീ കിടണമെന്ന് നോക്കാൻ പറ്റണില്ല. അതിൻ്റെ കാരണം തേനീച്ച അകത്തേക്ക് വരും കേട്ടോ. ഈ നേരത്താവുമ്പോഴേ അവർക്ക് വേറെ വെളിച്ചമൊന്നുമില്ലല്ലോ, അപ്പോൾ അകത്തേക്ക് വെളിച്ചം കണ്ട വഴി ഇങ്ങോട്ട് കയറും, എല്ലാവരും കൂടി കുറേ തേനീച്ചകൾ ഒരുമിച്ച് കയറും. അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ പുറത്തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നിങ്ങാട്ട് ചേട്ടന് ചായ കൊടുത്ത് ഞാൻ കുടിക്കാനുള്ളത് വെച്ചു. അപ്പോഴേക്കും മുരിങ്ങയില ഒരു വിധമായി. അതൊന്ന് ഇളക്കിയപ്പോൾ ചേട്ടൻ വീണ്ടും വിളിക്കുന്നു, മധുരം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. മധുരം ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ബാക്കി മധുരം ഇടാൻ മറന്നുപോയോണ്ട് അത്ര കുഴപ്പമില്ല, നമ്മൾ ഒന്നിച്ച് മധുരം ഇടുമ്പോഴാണ് പ്രശ്നം. എന്ന് വെച്ചാൽ അമ്മയ്ക്കുള്ളത് മാറ്റാണ്ട് മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വെക്കണ്ടേ. അപ്പോൾ ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം അമ്മയ്ക്കുള്ള ഒരു ഗ്ലാസ് പകർത്തി വെച്ചാണ്ട് ഞങ്ങൾക്കുള്ളത് വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിക്കണം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ കപ്പിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടാൽ മതി. പക്ഷെ ഞാൻ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് ഒഴിച്ചിങ്ങാട്ട് വേഗം പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഭയങ്കര കുറവ് മതി കേട്ടോ ഞങ്ങൾക്ക്. മധുരമുള്ള ഐറ്റംസ്, മധുരമുള്ളത് തണുപ്പിച്ചത് എനിക്കിഷ്ടമാണ്. പക്ഷേ ബാക്കി ഇങ്ങനെ ബേക്കറി ഐറ്റംസും മധുരം, ചായയിൽ ഒരു തരി മധുരം കൂടിയ കുടിക്കാനേ പറ്റില്ല, ഭയങ്കര അസ്വസ്ഥതയാണ്. അതേപോലെ ജിലേബിയൊക്കെ ഒരു കഷ്ണം, ലഡ്ഡു ഒരെണ്ണം മുഴുവൻ കഴിക്കുന്നു മാത്രം, ഭയങ്കര വിഷമിച്ചിട്ട് കഴിക്കുള്ളൂ, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഈ ലഡ്ഡുയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ്. ഒരെണ്ണമൊക്കെ സുഖമായിട്ടിരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കുറേ നാളെ ഞാൻ ലഡ്ഡു ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് സാധിക്കണില്ല. പപ്പടവട ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പപ്പടം വാങ്ങിച്ചുകൊണ്ടു, പപ്പടം വറുത്ത് കഴിയാറായി. എന്നാലും കടലമാവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ശ്രീകുട്ടൻ വരുമ്പോൾ പറ്റിങ്ങി ഉണ്ടാക്കാൻ. ഞാൻ ഇന്നാളെ ഈന്തപ്പഴം കേക്ക് പറഞ്ഞിട്ട് ഉണ്ടാക്കിയില്ല അല്ലേ, കപ്പ് കേക്ക്. എപ്പോഴെങ്കിലും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെന്നും വ്ളോഗ് ചെയ്യുന്നതല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ചായ മധുരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നാളികേരം കൂടി അതിലേക്ക് ഇട്ടുങ്ങാട്ട് അതൊന്ന് മിക്സ് ചെയ്ത്, ഇത്തിരി കൂടുതൽ നാളികേരം ഇട്ട് വെച്ചാൽ മുരിങ്ങയില കുറവുണ്ടായിരുന്നുള്ള പൊട്ടിക്കാനായിട്ടേ നല്ല ഹൈറ്റിൽ നിൽക്കായിരുന്നു. 3-4 തണ്ട് മുരിങ്ങയില മാത്രം താഴ്ത്ത് നിൽക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുള്ളത് പൊട്ടിച്ചെടുത്തു. അപ്പം ഞാൻ കോവയ്ക്കും ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ചേട്ടൻ ഈ പറഞ്ഞ ചേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എല്ലാത്തിനും വെള്ളം അങ്ങനെ കോരി വെച്ചിട്ട് പയറിൻ്റെ ഇല വരെ ചീഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കുക വേണ്ട,
ഈ വെള്ളം കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തൊന്നും വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നമ്മൾ മോട്ടർ അടിച്ച് നിറഞ്ഞ് പോകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം നനവ് വരും. പിന്നെ നമ്മൾ വല്ലാണ്ട് കോരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ ചീഞ്ഞു പോകും. അത് കാരണം കൊണ്ട് ഇനി ഇതിനൊന്നും വെള്ളം ഒഴിക്കണ്ട, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ കോവയ്ക്കൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം ഒഴിച്ച് കൂടുതലായിട്ടാണെന്ന് ഡാലിയും പറഞ്ഞു കേട്ടോ. 2 ആഴ്ചയൊക്കെ കൂടിയിട്ടാണ് കോവയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം വളരെ കുറവ് വേണ്ട ഒരു ഐറ്റം അത്ര അത്. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. പയറൊക്കെ അത്യാവശ്യം വെള്ളം കുഴപ്പമില്ല, പക്ഷെ ഓവർ വെള്ളമായിട്ടൊന്നും ഉണ്ട്. അതിൻ്റെ ഇലയമൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് അതും ചീഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ 2-3 കോവയ്ക്കും പൊട്ടിച്ച് കണ്ടിട്ട് ഞാനിങ്ങോട്ട് പോന്നു. പിന്നെ ഒരു തക്കാളി സവോളയും കോവയ്ക്കൊക്കെ എടുത്ത് ഒരു കറി വെച്ചപ്പോൾ ഇത് വലിയൊരു കുമ്മുള്ള കറി എന്ന് പറയാനില്ല, പക്ഷേ നന്നായിട്ട് വഴറ്റിയിട്ട് വെളിച്ചെണ്ണയിൽ ഇതൊക്കെ വഴറ്റിയിട്ട് നാളികേരപ്പാലിൽ വെക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയും കൂടി ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇന്നിപ്പോൾ എനിക്ക് മാങ്ങയില്ല, പിന്നെ നാളികേരം അരച്ചിട്ടാണ് വെച്ചത്, അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു ടേസ്റ്റ് കുറവ് ഇന്നത്തെ കറിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളിയും സവോളയും കോവയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ. ഒക്കെ അരിഞ്ഞ് എടുത്തു. പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് അതും കൂടി ചേർത്ത് തിളപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ ചതച്ച മുളക് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ മിക്സിയൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് ഞാൻ വല്ലാണ്ട് ഉണക്കിയിട്ടൊന്നും പൊടിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ 1 ദിവസം 2 ദിവസത്തെ കൂടുതലൊന്നും എടുത്ത് വയ്ക്കാൻ പാടില്ല, അപ്പോൾ പൂത്ത് പോകും കേട്ടോ. അപ്പോൾ നോക്കണം. പിന്നെ ഞാൻ അരയ്ക്കാനുള്ള അരപ്പും കൂടിയും തയ്യാറാക്കി ഇങ്ങോട്ട് അതും കൂടെ അരച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ചേർത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഈ കോവയ്ക്ക് പകരം കൈപ്പയ്ക്ക ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്, എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ കൈപ്പയ്ക്ക ഇല്ലല്ലോ, കോവയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കറിവേപ്പിലും കൂടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് തീ കത്തിച്ച് മൂടി വെച്ചു. കുടംപുളിയാണ് കേട്ടോ ഇട്ടത്. പുളി വേണം എന്നാൽ ഓവറാവാനും പാടില്ല ഈ ഒരു കറിക്ക്. അങ്ങനെ അത് അടുപ്പത്ത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഊറ്റാനായിട്ടുള്ള പരിപാടി നോക്കിയിട്ടാണ്. പിന്നെ എന്താ പറയുക, റേഷൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ തുടങ്ങി നല്ല അരിയാണ് വെക്കുന്നത്, അപ്പോൾ പിന്നെ തലേദിവസം തന്നെ വെച്ചിരിക്കാം, കുഴപ്പമില്ല. ഇത് രാവിലെ ആകുമ്പോൾ എന്താ പറയുക 5:15 ആകുമ്പോഴേക്കും എഴുന്നേൽക്കണം കേട്ടോ. ശരിക്കും പറയാൻ ചപ്പം എഴുന്നേൽക്കുമ്പോഴാണ് നല്ല ഉഷാറായിട്ടിരിക്കാൻ പറ്റണത്. 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു വെപ്രാളാണ്, പിന്നെ കഴുകിയോ കറികൾ വേവോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര വെപ്രാളാണ്. അപ്പോൾ 5:30 മിനിമം എനിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് രാവിലെ നല്ല ഉഷാറായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത്തിരി നേരം വൈകിയാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്ത കാരണം കുഴപ്പമില്ല. അത് അടുപ്പത്ത് വെച്ച് ചോറ് ഊറ്റി വെച്ച് പിന്നെ ഞാൻ വേഗം ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് ഇത് കാച്ചാനായിട്ട്. അപ്പോൾ നമ്മുടെ കെറ്റിൽ കേടായിട്ടുണ്ട്, ചേട്ടനോട് നന്നാക്കാൻ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്, മറക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് വെള്ളം ചൂടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചോറ് വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുകളിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ചേട്ടൻ. അങ്ങനെ അത് പിന്നെ ബാക്കിയുള്ള വെള്ളം കുളിക്കാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനും ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഏറെക്കുറെയൊക്കെ കുളിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ അവിടെയൊക്കെ നീർക്കെട്ടും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏറെക്കുറെയൊക്കെ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കുള്ള. പിന്നെ വേഗം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. നിറയെ നമ്മൾ എടുത്തത് അവിടെ തന്നെ വെച്ച് അങ്ങനെ നിറയെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ ആ ഉള്ളിത്തോലും അതൊക്കെ വേസ്റ്റ് അത് ചണ്ടയിൽ കൊടുത്തു കേട്ടോ. പുറത്ത് തന്നെ അവിടെ കിടക്കണോടത്ത് തന്നെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ചെറിയ ബക്കറ്റ് വെച്ചിട്ടുള്ളൂ. അങ്ങനെ കുറേ വേസ്റ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കൊണ്ട് കളയാൻ മടി തോന്നും. അപ്പോൾ ചെറിയ ബക്കറ്റ് ആകുമ്പോൾ അതെന്തായാലും നിറയുമ്പോൾ നമ്മൾ വേഗം അത് എടുത്തുകൊണ്ട് നീക്കിയിടും. ഇത് അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് തന്നെ ഭയങ്കര വൃത്തികേടാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ആദ്യത്തിൻ്റെ ചോറ് മാത്രമൊക്കെ കഴുകി ആ കവറൊക്കെ കഴുകിയിടുന്നതാണ് കേട്ടോ, ചോറ് പകർത്താനായിട്ട്. ചേട്ടനുള്ള ചോറും എല്ലാതും പകർത്തി പിന്നെ അതാ മുരിങ്ങയിലൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു. പിന്നെ ഉള്ളി ആച്ചി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതൽ. എനിക്ക് എപ്പോഴും തോന്നാറ് നല്ല ചൂന്നിമുളകോ അല്ലെങ്കിൽ നെയ്മുളകോ ഒക്കെ ഇടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അങ്ങനെ ആ കറികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി. വലിയ പാത്രങ്ങളൊന്നും കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറേശ്ശൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ വേഗം തേച്ച് കഴുകി വെച്ചു. പിന്നെ അടുക്കളയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും അങ്ങനെ അടുക്കളയിലത്തെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യത്തിൻ്റെ യൂണിഫോം പാൻറ്റ് കാണാനില്ല, എവിടെ വെച്ചിക്കണമെന്ന് ചോദിച്ചിട്ട് വന്നേക്കണ്. അപ്പോൾ ഞാൻ എല്ലാതും മടക്കി അവിടെ വെച്ചിട്ടുണ്ട്, അട്ടിയായി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ടാവും, പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പോയി കേട്ടോ. അപ്പോൾ അത് ആ ഒരു ചവിട്ടി ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞില്ല ഞാൻ, അതുമ്പോൾ നമ്മുടെ കണ്ടപ്പോൾ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അലക്കല്ലും ഇരിക്കും കേട്ടോ. ഇപ്പോൾ താഴത്തെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ആ കഞ്ഞിക്കലൊന്ന്
തേച്ച് വെച്ചു. വൈകുന്നേരം വരുമ്പോൾ നമ്മൾ പരമാവധി രാവിലെ ജോലികൾ തീർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു റെസ്റ്റൊക്കെ കിട്ടുമല്ലോ. പിന്നെ എനിക്കെന്ന് പറയുന്നത് എഡിറ്റിങ്ങും കൂടിയുള്ള കാരണം കൊണ്ട് പരമാവധി ജോലികൾ രാവിലെ തീർത്ത് വയ്ക്കും. പിന്നെ വൈകുന്നേരം വന്നിട്ട് ചിലപ്പോൾ അടിച്ച് വരെ തുണികൾ മടക്കുക അങ്ങനെ ചിലപ്പോൾ അലക്കിയിടലൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പരമാവധി നിൽക്കണില്ല കേട്ടോ. അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കലക്ക തേക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കൊണ്ടുവച്ചപ്പോൾ മുളകുണ്ടല്ലോ, പച്ചമുളക് അത് പഴുത്തത് കുറച്ച് ദിവസമായി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് എടുത്തുങ്ങാട്ട് ഇത്തിരി വെണ്ണീറൊക്കെ പുരട്ടി ഒന്ന് ഉണക്കണം, എന്നിട്ട് വേണം പാവാനായിട്ട്. അപ്പോൾ ഇത് ഇനി വർക്കറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ പച്ചമുളക് തൈകളൊക്കെ മുളച്ചിട്ടുണ്ട്. 3-4 കട എന്തായാലും പറിച്ച് നടണം. കഴിഞ്ഞ ഞായറാഴ്ച സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഞായറാഴ്ച എല്ലാതും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോ അറിയില്ല. പ്ലാനിങ്ങൊക്കെ നമ്മൾ വലിയ കാര്യത്തിൽ ചെയ്യും. ചില പ്ലാനിങ്ങൊന്നും നടക്കില്ല കേട്ടോ. ചില പ്ലാനിങ്ങൊക്കെ നടക്കും. ഈ ഒരു ഭാഗം നമുക്ക് വീണ്ടും ചമ്മന്തിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതാ ഈ അരിയിൽ ഇത്തിരി എന്താ പറയുക, വെണ്ണീർ ചാരല്ലേ, അത് പരട്ടിങ്ങാട്ട് ഒന്ന് ഉണക്കാനായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ചൊക്കെ താഴ്ത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വിരലുകൊണ്ട് എടുക്കുകയാണ്. ഇനി ഞാൻ തന്നെ മറക്കാവോ, ഞാൻ അത് കാരണം പുറത്തൊന്നും കൊണ്ടുവച്ചില്ല കേട്ടോ. എൻ്റെ റൂമിൽ അലമാരി അടിയിൽ കൊണ്ടുവച്ചു മറക്കാണ്ടിരിക്കാൻ വേണ്ടി. പുറത്ത് വെച്ചാൽ ഞാനിനി അത് മറന്നേ പോവും, മുകളിലേക്ക് ചിലപ്പോൾ പോയില്ലെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചീരയൊക്കെ ഇങ്ങനെ കതിരായി തുടങ്ങി. അപ്പോൾ ഏതായാലും ഒരു ചെറിയൊരു കൂട്ടാൻ വയ്ക്കാനുള്ളതുണ്ട്. പിന്നെ ഇന്നത്തെ മുരിങ്ങയിലൊന്നും വൈകുന്നേരത്തേക്ക് ഉണ്ടാവില്ല, അത്രയ്ക്ക് ക്വാണ്ടിറ്റി കുറവല്ലേ ഉള്ളൂ. പിന്നെ മറ്റേ കറിയും അത്ര ആദ്യത്തിനൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറവ് വെച്ചേക്കണതും. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം ഞാൻ എന്തായാലും ഇത് കതിര് വന്ന് നിൽക്കണ്ടല്ലോ. പിന്നെ എന്താ വഴുതനങ്ങയും ബീറ്റ്റൂട്ടൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇത് കഴിക്കാനും ആഗ്രഹം തോന്നി. കതിര് വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയ കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വൈകുന്നേരം വരുമ്പോൾ ഇരുട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന് മുറിക്കാനായിട്ട് നമുക്ക് എല്ലായിടത്തൊന്നും നടന്ന് മുറിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചീരയൊക്കെ മുറിക്കണമെങ്കിൽ രാവിലെ തന്നെ മുറിച്ചെടുത്ത് വയ്ക്കും കേട്ടോ. അത് സാമ്പാർ ചീര ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചുവപ്പ് ചീര വെച്ചിട്ട് പിടിച്ചില്ല കേട്ടോ. അത് കുരുടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു കട തന്നെ മുളച്ചത്. ഇവിടെ പടീര അവിടെയുണ്ട്, ബാക്കിൽ പടീര അവിടെയുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ മുളച്ചതാണ്. പക്ഷെ അതാണ് ഏറ്റവും നന്നായിട്ട് ഇലകളൊക്കെ വലുതായിട്ട് വരിക. ഞാൻ പറിച്ച് നടന്നൊന്നും അത്ര അങ്ങോട്ട് നന്നാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെടികളൊക്കെ മുളച്ചതൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കൂട്ടുകാരുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് എഴുതാനും മറക്കരുത്. ഞാൻ മറുപടിയൊക്കെ തരുന്നുണ്ട്. എന്തായാലും ഇനി നാളെ രാവിലെ കാണാം.